എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലിക്കുമെന്നെ നിത്യം കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും കാത്തുപാലിക്കുമെന്നെ നിത്യം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം 4-ാമത് വാക്യം, എൻ്റെ ഉപദേശം നിർമ്മലം എന്നും തൃക്കണ്ണിന് ഞാൻ വെടിപ്പുള്ളവൻ എന്നും നീ പറഞ്ഞുവല്ലോ എന്ന വാക്കുകളാണ്. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരായ ആളുകൾ ഇയ്യോബ് പറഞ്ഞ വാക്കുകളെ സംബന്ധിച്ച് തന്നോട് തന്നെ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നീ പറയുന്നതും നിന്റെ ഉപദേശം നിർമ്മലമാണെന്നും സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുൻപിൽ ഞാൻ വെടിപ്പുള്ളവനാണെന്നും നീ പറയുന്നുവല്ലോ എന്നുള്ള വാക്കുകളാണ്. ഇയ്യോബിൻ്റെ അരികിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ ആളുകൾ അവരെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കനുസരിച്ച് ഇയ്യോബിൻ്റെ ഉപദേശങ്ങളിൽ അർത്ഥമില്ലെന്നും സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുൻപിൽ താൻ തിന്മ നിറഞ്ഞവനാണെന്നും സങ്കൽപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇയ്യോബ് പറയുകയാണ്, നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും അത് നിങ്ങളിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ, എന്നെക്കുറിച്ച് എനിക്ക് ബോധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, മനുഷ്യൻ പുറമേയുള്ളത് നോക്കുമ്പോൾ ദൈവം ഹൃദയങ്ങളെയാണ് നോക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇയ്യോബിനെ പുറമേ നോക്കുന്നതായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നിരിക്കുന്ന നഷ്ടങ്ങളുടെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ തൻ്റെ ഉപദേശങ്ങളൊന്നും സത്യസന്ധമായിരുന്നില്ലെന്നും അത്യുന്നതനായ ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുൻപിൽ ഇയ്യോബ് വെടിപ്പുള്ളവനല്ലെന്നും പറയുമ്പോൾ തന്നെ ഇയ്യോബ് തന്നിൽ തന്നെ തൻ്റെ ഹൃദയത്തോട് പറയുന്ന വാക്കുകൾ തൻ്റെ സ്നേഹിതന്മാരുടെ മുൻപിലും ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ഉപദേശങ്ങളെക്കുറിച്ച് എനിക്ക് ബോധ്യതയുണ്ട്, മാത്രമല്ല എന്നെ കാണുന്ന എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരമാർത്ഥതയോടും നിഷ്കളങ്കതയോടും വെടിപ്പുള്ളവനുമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതകാലം മുൻപോട്ട് കഴിക്കുന്നതെന്നും എനിക്ക് ബോധ്യതയുണ്ട് എന്ന് വെളിപ്പെടുത്തി പറയുന്ന വാക്കുകളാണ്. ഈ ലോകത്തുള്ള ആളുകൾ എന്നെയും നിങ്ങളെയും വീക്ഷിക്കുമ്പോൾ പുറമേയുള്ളത് കണ്ടുകൊണ്ട് പലതും പറയുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ വാക്കുകളും മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളും പുറമേയുള്ളതിൽ മാത്രം അവസാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന സർവശക്തിയുള്ള ദൈവം നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്നു. ആ ദൈവം നമ്മെ പരിശോധിക്കുമ്പോൾ നാം വെടിപ്പുള്ളവരാണെന്ന് നമുക്ക് നമ്മോട് തന്നെ പറയുവാൻ സാധിക്കുന്നു എങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ നിമിഷങ്ങളെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് ഇയ്യോബ് തൻ്റെ വാക്കുകൾക്കകത്ത് തന്നെ കുറ്റപ്പെടുത്തുന്നവരോട്, തന്നെ അപമാനിക്കുന്നവരോട് ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ പുറമേ നിന്ന് കാണുകയും നോക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ പലതും പറയുമ്പോഴും നമുക്ക് നമ്മോട് തന്നെ പറയുവാനായിട്ട് കഴിയണം, നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എങ്ങനെ ആയിരിക്കുന്നു എന്ന്. നമ്മുടെ ഉപദേശം നിർമ്മലവും നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വെടിപ്പുള്ളതുമായിരിക്കുന്നു എങ്കിൽ
അതിൽ പരമായൊരു സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ് അതേ നിലകളിൽ ജീവിപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ ജീവിതവും ദൈവസന്നിധിയിൽ നിർമ്മലവും തൃക്കണ്ണുകൾക്ക് വെടിപ്പുള്ളതുമായി തീരത്തക്ക തലത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.